അതായത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മഹാതാന്ത്രികനായിട്ട് തന്ത്രിമാരുടെയൊക്കെ മുകളിലുള്ള മഹാതാന്ത്രികനായിട്ട് കാലാകാലം അയാൾ വന്നപ്പോൾ മുതൽ അയാളുടെ യഥാർത്ഥ ജോലി തൂപ്പുകാരനാണ്. കീഴ്ക്കഴകമാണ്. ക്ഷേത്രത്തിന്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക, സൂക്ഷിക്കുക, അങ്ങനത്തെ ഒരു തൂപ്പുകാരനാണ്. അപ്പം അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂജയ്ക്ക് വേണ്ടി അവരിപ്പം സോണിയാഗാന്ധി അവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അയ്യപ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ആചാരത്തിന് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, പരമാധികാരി തന്നെയാണ് പോയി കേരളത്തിന്റെ മഹാക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു പൂജാവിധിയുമായിട്ട് ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ കൊണ്ടുപോകേണ്ടിയിരുന്നത് നമ്മുടെ യഥാർത്ഥ തന്ത്രിയായ കണ്ഠരര് രാജീവരെയോ അല്ലെ കണ്ഠരര് മഹേഷ് മോഹനരെയോ അങ്ങനെയുള്ള ആൾക്കാരെയായിരുന്നു കൊണ്ടുപോകേണ്ടത്. പക്ഷെ എന്തുകൊണ്ടൊരു തൂപ്പുകാരന്റെ ഇത് കൊണ്ടു കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് അവര് ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അപ്പൊ കൂടെ പോയ ബാക്കിയുള്ളവരോ അല്ലെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പം അതൊരു വിശ്വാസമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കാര്യം, ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അത് തെറ്റായി പോയെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പൂജ ചെയ്തിട്ടില്ല. ഇയാൾ ശബരിമല ക്ഷേത്രത്തിൽ നാളെ ഇതുവരെ പൂജ ചെയ്തിട്ടില്ല. പൂജ ചെയ്യാനുള്ള അധികാരമില്ലാത്ത ആളാണ്. ഇയാൾ കഴകമാണ്. ശാന്തി, മേൽശാന്തി കഴിഞ്ഞിട്ട് കീഴ്ശാന്തിയുടെ അണ്ടറിലെ കഴകം, അത് കഴിഞ്ഞ് കീഴ്ക്കഴകം, അങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്രൈറ്റീരിയ വരുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഏറ്റവും അടിച്ചു തളിക്കാർ ചൂല് വെച്ച് തൂക്കുന്ന അങ്ങനത്തെ ഒരാളെ ഞാൻ തൊഴിലിനെ ഇതാക്കി പറയല്ല, ആ ഒരു ഇതിനകത്തെ ആ തൊഴിലുള്ള ഒരാളെ കൊണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്തത് തെറ്റായി പോയി തന്നെയാണ് എന്റെ ഒരു വിനീതമായ അഭിപ്രായം. കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അത് ചെയ്തത്. അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനി ശബരിമല തന്ത്രിയല്ലേ മറ്റു തന്ത്രിമാരുണ്ടോ? മാത്രമല്ല ശബരിമല ഒരു വിശേഷം തന്ത്രി 3-4 പേരുള്ളത് കൊണ്ട് ഒരാളിപ്പം ശബരിമല ഡ്യൂട്ടിയിലാണെങ്കിൽ മറ്റേ ആള് വീടുകളിൽ അവർ റെസ്റ്റ് എടുക്കണം, അവരെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മേൽശാന്തിയെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മാളിയപ്പുറത്തെ മേൽശാന്തിയെ കൊണ്ടുപോകാം. അങ്ങനത്തെ ആ പൂജകരായിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകാം. പക്ഷെ അതല്ലാതെ ഇത് ചെയ്തതിനകത്ത് എന്തോ ദുരൂഹമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോറ്റി അവിടെ കയറിയപ്പോൾ മുതൽ ഇയാൾ ഒരു പാരലായിട്ടുള്ള ഒരു മഹാതാന്ത്രികനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾ എല്ലാരെയും കാലാകാലങ്ങളിൽ അവിടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ, പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരെ, അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാർ വരുമ്പോൾ അവര് നമ്മുടെ ജയകുമാർ സാർ പോലും 2009 അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരെ പിന്നെ 2015 അദ്ദേഹം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉൾക്കൊണ്ട് ഇയാൾ ഒരു ടീമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അയാളുടെ പങ്കജ് ഭണ്ഡാരി, അയാളുടെ ഗോവർദ്ധന്, അങ്ങനെ ഒരു കൊള്ളയുടെ ഒരു ടീം. ഇവരുടെ സത്യം പറഞ്ഞാൽ ഇപ്പം ജയ്ക്കൊക്കെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതീക നിർമ്മിതി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ബ്രാൻഡിങ് വരെ ചെയ്തിട്ടുണ്ട് അവര് ഈ കൊള്ളയ്ക്ക്. അതായത് ഇയാളുടെ കൊള്ളയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് ജയറാമാണ്. ജയറാമിനെ വെച്ചിട്ടാണ് ഇയാൾ ആദ്യം മറ്റേ നമ്മുടെ ഈ വാതിലിന്റെ ഘോഷയാത്രയ്ക്കകത്ത് ജയറാമിനെ കൊണ്ടുവരുന്നു. ജയറാമിനെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നു, ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു, അതിനകത്ത് വലിയ വലിയ VIPസിനെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞാൽ കട്ടള ഇളക്കുന്നു, കട്ടള കൊണ്ട് ഇതുപോലെ തന്നെ അവരടുത്ത് കൊണ്ടുവെക്കുന്നു, ജയറാമിനെ അവിടെ കൊണ്ടുവരുന്നു, ജയറാമിനെ കൊണ്ട് ജയറാമിന്റെ വീട്ടിൽ കൊണ്ട് പൂജയിപ്പിക്കുന്നു, അവിടെയും ഫോട്ടോ ഒക്കെ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, യൂട്യൂബിലും മറ്റേലൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. അയാളുടെ അണ്ടറിലുള്ള പൂജകരായിട്ടുള്ള ആൾക്കാരെ എല്ലാം അവിടെ കൊണ്ട് കാണിക്കുന്നു. ജയറാം വിശ്വാസം ശരിയായി. അത് കഴിഞ്ഞ് നമ്മുടെ പാളി എടുത്തപ്പോൾ അതും കൊണ്ടുവന്നു, ജയറാമിനെ അവിടെ വരുന്നു. അപ്പം ഈ സമയത്തെല്ലാം ജയറാമിന്റെ ഷൂട്ടിംഗ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങുന്നുമുണ്ട്. അവിടെ മഴ വരികയോ ഇടിമിന്നൽ വരികയോ അത് മറ്റെന്തോ ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കി ഷൂട്ടിംഗ് നിർത്തുന്നു. കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് അയ്യപ്പൻ ജയറാമിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു, ജയറാം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എന്നിട്ട് ജയറാം 200 രൂപ ദക്ഷിണയും കൊടുക്കുന്നുണ്ട് ഈ മഹാതാന്ത്രികനായ 1200 ക്ഷേത്രങ്ങളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും മഹാതാന്ത്രികനായിട്ടുള്ള കരുതുന്ന ഒരു വ്യക്തിക്ക് 200 രൂപയാണ് ദക്ഷിണയും കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ, അതായത് സാധാരണ ഒരു ബ്രാൻഡ് അംബാസഡർ നമ്മളിപ്പോ കണ്ടതാണ്. ഇപ്പം വേറൊരു ബ്രാൻഡ് അംബാസഡർ അടുത്ത ദിവസം ED ചോദ്യം ചെയ്ത് ഇങ്ങോട്ട് 1 കോടി രൂപ മേടിച്ചിട്ടാണ് ഒരു തട്ടിപ്പ് സംഭവത്തിന്റെ ബ്രാൻഡിങ് ചെയ്തതിന്. അതേ ഇത് തന്നെ ഇപ്പൊ ഒരു ജയറാം ഈ തട്ടിപ്പ് ബ്രാൻഡിങ് അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ് 200 രൂപ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ആ പൈസയുടെ വ്യത്യാസം മനസ്സിലാക്കണം. ഇതിനകത്ത് തന്നെ ഈ വിശ്വാസം അതെ അല്ല, ഇതൊക്കെ ഞാൻ പറയുന്ന പൈസയുടെ വ്യത്യാസമാണ്. അങ്ങോട്ട് കൊടുക്കലും 1 കോടി ഇങ്ങോട്ട് മേടിക്കലും 200 രൂപ അങ്ങോട്ട് കൊടുക്കലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമുണ്ട് ഈ താരങ്ങളുടെ ഇടയ്ക്ക്. അപ്പം ഈ ഇതിനകത്തെ ശബരിമലയിലെ സ്ഥാനങ്ങൾ പോയിരിക്കുന്ന വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശ്വാസക്കൊള്ള വെറും സ്വർണത്തിന്റെ അല്ല. നമ്മൾ ഈ പറഞ്ഞ ഈ പാനലിലുള്ളവരും നമ്മുടെ എല്ലാവരും ഒരു ബോധ്യം അതാണ്. കേവലം സ്വർണത്തിന് വേണ്ടിയല്ല ഇത് വിറ്റിരിക്കുന്നത്. കേവലം സ്വർണത്തിന് വേണ്ടി ഇത്രയും മഹാരഥന്മാരെ ഇത്രയും ഒരു പ്ലാനിങ്ങും ഇത്രയും ഒരു ബാക്ക് വർക്കും ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യില്ല. അപ്പം ഇതിനകത്ത് വിശ്വാസപരമായ കൊള്ളയാണ്. എവിടെയാണ് ഈ പാളി പോയിരിക്കുന്നത്? ഈ പാളി പോയിരിക്കുന്നത് ഈ മഹാതാന്ത്രികനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റി, അല്ലെങ്കിൽ ശബരിമലയിലെ ഒറിജിനൽ തന്ത്രിമാര് പൂജ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. പുതിയതായിട്ട് ഒരാൾ വന്ന് മേടിക്കില്ല. പുതിയതായിട്ട് ഒരാൾ ഇങ്ങോട്ട് പ്രത്യക്ഷത്തിൽ വന്നിട്ട് ശബരിമലയിലെ ഒരു പാളി എനിക്ക് വേണം, ആ പാളി ഞാൻ മേടിച്ചോളാം, ഇത്ര കോടി തരാമെന്ന് പറഞ്ഞ് വരില്ല. അയാൾ ഒരു ശബരിമല അയ്യപ്പന്റെ പരിപൂർണ വിശ്വാസിയാണ്.
പിന്നെ ആ വിശ്വാസിയുടെ മേളിൽ അന്ധവിശ്വാസത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വപ്നദർശനമോ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ സ്വപ്നദർശനമോ. നമുക്ക് ഈ സ്വപ്നദർശന്റെ കഥകൾ കുറെ ഉണ്ട്, നമ്മൾ ആദ്യം മുതലേ കുറെ സ്വപ്നദർശനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സ്വപ്നദർശനങ്ങൾ കണ്ടിട്ട് പറയുകയാണ് ഇത് പണ്ട് ശബരിമല ധർമ്മശാസ്താവിനെ അയ്യപ്പനെ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് വയറുവേദന ഒരു പോറ്റി പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് വയറുവേദന ഉണ്ടാകുന്നത്, എന്നിട്ടാണ് പുലിയെ പിടിക്കാനും പുലിയുടെ പാല് കൊണ്ടുവന്നാലേ ഈ വയറുവേദന പോകുമെന്ന് പറയുന്നത്. അതുപോലത്തെ ഈ പോറ്റി വൈദ്യന്റെ വയറുവേദനയ്ക്കുള്ള മരുന്നായിട്ട് മറ്റു പലരുടെയും കാണിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെയൊക്കെ വയറുവേദനയ്ക്കുള്ള മരുന്നായിരിക്കും നമ്മുടെ അയ്യപ്പന്റെ വിശ്വാസം ഇങ്ങനെ ഇവർ മുറിച്ച് കാലാകാലങ്ങളിൽ വിറ്റിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള കൊള്ള. അപ്പം ആർക്കാണ് രോഗം, എവിടെയാണ് ഈ പാളി പോയിരിക്കുന്നത്? അതൊരു രോഗിക്കാണ്, അല്ലെങ്കിൽ അതൊരു എന്താ പറഞ്ഞ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസപരമായിട്ട് അന്ധവിശ്വാസപരമായിട്ട് അവരെ പണമുള്ള ഇത് പണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര ഇതായിരിക്കാം. അപ്പൊ അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ആ രീതിയിൽ ഈ പാളിയുടെ പുറകെ സത്യം പറഞ്ഞാൽ പോയിട്ടേ ഇല്ല. പാളിയുടെ പുറകെ ഈ അന്വേഷണം പോയിട്ടേ ഇല്ല. ഇത് ജസ്റ്റ് സ്വർണം അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇത് പൂജ എവിടെയാ നടന്നേ? ഈ 2018, 19 അല്ലെ അതിന് മുമ്പത്തെ കാലഘട്ടത്തില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്, ഇതുപോലത്തെ അവതാരമായിട്ട് മഹാതാന്ത്രികനായിട്ട് എവിടെയൊക്കെ കൊണ്ട് അയാളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അത് കണ്ടെത്തുക. പൂജ നടന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക. നോട്ടീസ് അടിച്ച് പടം വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ അങ്ങനെ കാര്യം ചെയ്താൽ ഈ സാധനം തിരിച്ചു വരും. അതാണ് വേണ്ടത്. കറക്റ്റ്. അങ്ങ് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാവുന്നു. ആ സ്വപ്ന ദർശനത്തിന്റെ മറവിലൂടെ സ്വർണ്ണ ദർശനം നടത്തുന്നു ഈ പറയുന്ന തട്ടിപ്പ് സംഘം. അവർക്ക് വേണ്ടത് അതിലെ പണമാണ്. അതിൽ അന്ധവിശ്വാസങ്ങൾ വെച്ചിട്ടാണെങ്കിലും പ്രതീക നിർമ്മിതി അവർ നടത്തിക്കൊണ്ടേയിരിക്കും. Debate with Dr. Arun Kumar.